40 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് വീട് വിട്ടൊരു ഓണം ആഘോഷിക്കാൻ നമ്മളിങ്ങനെ പോകാറില്ല. നമ്മളെ വീടും നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ട് ത്രില്ലിലാണ്. മക്കളെല്ലാം ഒന്നിച്ച് കാണാമല്ലോ. ആക്ടിങ് പ്രൊഫഷണൽ പ്രത്യേകത ഉണ്ടല്ലോ സാർ, ഒരിക്കലും അതിനൊരു റിട്ടയർമെന്റ് ഇല്ല. ഇപ്പോഴും ഒരു പുതിയ സിനിമയ്ക്ക് വിളിച്ചാൽ ആ ഒരു ആവേശം. പിന്നെ അത് നമ്മുടെ തൊഴിലല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ചോറല്ലേ, നമ്മൾ പോകണം. കിട്ടിയ ഏത് റോളും നമ്മൾ റോളൊന്നുമില്ല, ഏത് റോളും അഭിനയിച്ചോളൂ. പക്ഷെ പോയി ചോദിക്കില്ല, ആരും സമീപിക്കില്ല, ആരും ഫോൺ ചെയ്യില്ല എനിക്കൊരു റോള് വേണമെന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പോൾ വരുമ്പോൾ ഏത് റോളാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ വിളിക്കത്തുള്ളൂ. നമ്മൾ വെച്ച് സാറേ ആ പരിപാടി ഇല്ല, എനിക്ക് എൻ്റെ ചോറിൽ ധാന്യത്തിൽ എഴുതിയിട്ടുണ്ട് നിനക്കുള്ളതാണ്. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഇന്നസെന്റ് സാറ് മരിച്ച് പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. സാർ അദ്ദേഹത്തിന് അടുത്തേക്ക് വരുന്നു, അദ്ദേഹത്തിന് കുറേ നേരം സൂക്ഷ്മമായി നോക്കുന്നു, അത് കഴിഞ്ഞിട്ടൊന്ന് പൊട്ടിക്കരയാണ്. അത് നീണ്ട കാലത്തെ സൗഹൃദത്തിന്റെ, അല്ലെങ്കിൽ ഇനി ആ മനുഷ്യനില്ല എന്നുള്ള അത്രയധികം വേദന മനസ്സിലാക്കിയിട്ട്. തീർച്ചയായിട്ടും ഞാനും അവരൊക്കെ ആയിട്ട് ഒരുപാട് നല്ല റിലേഷൻഷിപ്പ് എന്നും വിളിക്കും. എനിക്ക് മരിക്കുന്ന ഒരാഴ്ച മുമ്പ്, എടാ നീയും ഭാര്യയും കൂടെ എൻ്റെ വീട്ടിൽ പറഞ്ഞത്. പിന്നെ മമ്മൂട്ടിയുടെ വീട്ടിൽ വരുമ്പോൾ പുള്ളി ഓടി ഇവിടെ വരും. അന്ന് സുഖമില്ലാതിരിക്കുമ്പോൾ പോലും ഇവിടെ വന്ന് കണ്ട് സംസാരിച്ചു. ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ഡോക്ടറിലോനെ ഞാൻ ആ കല്യാണത്തിന് ഒരുക്കിയത്. പിള്ളേരെ കുഞ്ഞായിരിക്കുമ്പോഴേ ഇവിടെ എറണാകുളത്തോട്ട് പോയാൽ വീട്ടിൽ വരും. ചേട്ടൻ എപ്പോഴും ഫോണിൽ വിളിക്കുന്നത്. കാരണം അതാണ് ഞാൻ പൊട്ടിപ്പോയത്. അതൊക്കെയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ. ഇത്രയും കൊച്ചിൻ ഹനീഫ ഇതൊക്കെ നമുക്ക് മറക്കാനാവാത്ത. അയ്യോ, കൊച്ചിൻ ഹനീഫ മരിക്കുന്നതിന് മുമ്പ് ഇരട്ടക്കുട്ടികളായിരുന്നു. രണ്ടുപേരെ ഇങ്ങനെ എടുത്തുകൊണ്ട് വീട്ടിൽ കയറി വരും. ഇപ്പോഴും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ കുട്ടികൾ കോളേജായി, കല്യാണത്തിനൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന് കൊച്ചിൻ ഹനീഫ വന്നിരുന്നു. പിന്നെ വീട്ടിൽ ഈ ഭാര്യയും മക്കളുമായിട്ട് നമ്മുടെ വീട്ടിൽ ഈ കുഞ്ഞു രണ്ടുപേരെ രണ്ട് കയ്യിൽ പിടിച്ചോണ്ട് അത് കഴിഞ്ഞ ഉടനെ മരണം. ഈ കൂടെ അഭിനയിച്ച ആളുകൾ അല്ലെങ്കിൽ സമകാലീനർ അവസാനിക്കുക എന്ന് പറയുന്നത് അതുണ്ടാക്കുന്ന ഒരു വേദന, അതുണ്ടാക്കുന്ന ഒരു ശൂന്യത ഉണ്ടല്ലോ, അതിനെങ്ങനെയാ കുറച്ചാളത്തൊക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. ഏത് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ, ഒരു ഇഷ്ടപ്പെട്ട മനുഷ്യർ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ചില വ്യക്തികൾ പോകുമ്പോൾ അറിയാതൊരു വിങ്ങൽ വരും. രാത്രി കിടക്കുമ്പോൾ ചുമ്മാ ആവശ്യമില്ലാതെ മെച്ചപ്പെടത്തില്ല വരുന്ന അങ്ങനെയായിരുന്നു. അറിയാതെ നമ്മുടെ കണ്ണിൽ ഇത്തിരി വെള്ളം വരും. എന്നെ സംബന്ധിച്ച് അത് സുഹൃത്ത് ബന്ധമാകാം, ഏതോ എങ്ങനെയൊക്കെയോ നമ്മുടെ മനസ്സിൽ ചിലവരെ കയറിപ്പെടും. ആത്മാർത്ഥ ബന്ധം എന്നൊക്കെ പറയുന്ന പോലെ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോയില്ല. നമ്മുടെ ബന്ധങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ മമ്മൂക്ക സാറിന് ഒരു പ്രത്യേക സാധനം തന്നിട്ടുണ്ടെന്നും അത് ഏറെക്കുറെ 30 വർഷത്തിനപ്പുറമായിട്ട് സാർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരു കഥയുണ്ട്. സത്യമാണോ? അത് റെയർ പീസാണ്. അത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹത്തിനോട് ബഹുമാനവും സ്നേഹം കൊണ്ട് ഞാൻ ഇപ്പോഴും അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. വെള്ളമൊടിക്കില്ല. അല്ല, അത് വേറെ പ്രശ്നം. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു. എന്താണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങണോ അല്ലെങ്കിൽ അത് അങ്ങോട്ടേക്ക് നീങ്ങാം. അതിനു മുമ്പ് നമ്മുടെ മൂവി വേൾഡ് മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഓണാശംസ കൂടി പറഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും അടിച്ച് പൊളിക്കട്ടെ, ഓണം കളറാവട്ടെ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയൊരു ഓണാശംസ. നമസ്കാരം. ഇതാണ് 38 വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടി തന്ന സാധനം, സ്നേഹപൂർവ്വം തന്ന സാധനം. പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? എടുത്തെടുത്ത്. ഓ, നിധി പോലെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് കാണാൻ ഇപ്പോഴും ആളുകൾ വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇങ്ങനെ ഒരു കാര്യം സൂക്ഷിച്ചു വയ്ക്കുന്നത് മമ്മൂക്കൊക്കെ അറിയാവോ? അറിയാം. താനത് പൊട്ടിച്ചില്ല. ഇതൊരു ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇരുന്നോട്ടെ. ഇതും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ? ഇത് പൊടി ഉടച്ച്. അതെ സംഭവം. നല്ല ബോട്ടിലായിരുന്നു. ഞാൻ എടുത്ത് കെട്ടി വെച്ചിരിക്കുന്നു. 38 വർഷം പഴക്കമുള്ള ശ്രീ മമ്മൂട്ടി കുഞ്ചൻചേട്ടന് കൊടുത്ത മദ്യക്കുപ്പിയാണ് സ്നേഹസമ്മാനം. അതെന്തുകൊണ്ടാണ് ഇതിന്ന് ഇപ്പോഴും ഒരു തവണ പോലും ഇതൊന്ന് പൊട്ടിച്ചത്? ഞാൻ അദ്ദേഹത്തിനൊരു ഓർമ്മയ്ക്കായിട്ട് ഒരു സൗഹൃദം, ഇത് പൊട്ടിച്ച ബന്ധം തീരുമെന്നൊരു
കാലിക്കുപ്പിയാവും. അതുകൊണ്ടാണ് ഇപ്പോഴും സൂക്ഷിച്ച് വെച്ച്. പുള്ളിക്ക് വലിയ സന്തോഷം ഇത് കാണും. അതിനിപ്പോഴും പിടിച്ചില്ലടൂ. നമ്മളില്ല, ഇരിക്കട്ടെ, നല്ലൊരു ഓർമ്മക്കായിട്ടിരിക്കട്ടെ. എത്രയോ ഇപ്പൊ വീടുകളൊക്കെ മാറിയിട്ടും ഇതിങ്ങനെ സൂക്ഷിച്ചു വെക്കുക എന്ന് പറഞ്ഞത് വലിയ കാര്യം. അതങ്ങനെ ഇതും മദ്യമാണ് കേട്ടോ ഈ സാധനം. ഇതോ എടുക്കാൻ പറ്റുമോ? എടുക്കാം. ഓ, അതായത് ഈ നായക്കുള്ളിലും മദ്യമാണ്. ഓ, ആദ്യമായിട്ടാണ് ഫിറ്റ് ആയ ഒരു നായയെ കാണുന്നത്. അതും ഗ്ലാസിന്റെ. ക്രിയേറ്റിവിറ്റി അസാമാന്യമാണ് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന്റെ കൂട്ടത്തിലേ ഞാൻ കേട്ടിട്ടുണ്ട്, കമൽ സാറ് അദ്ദേഹത്തിന്റെ കല്യാണത്തിന്, സാറിന്റെ കല്യാണത്തിന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അയച്ച ഒരു കാർഡ് സാർ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റിൽ ബാച്ചലർ എന്നൊരു കാർഡ് ഉണ്ടായിരുന്നു. കല്യാണത്തിന് വിളിച്ചപ്പോൾ അതാണ് മറുപടി. ഒരു കാർഡ് എനിക്ക് അയച്ചു തന്നു. ആ കാർഡ് ആയിട്ട് ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് അദ്ദേഹത്തെ വിളിക്കാനായിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ ഈ കാർഡ് കാണിച്ചു. നീ എന്താ കാർഡ് ഇപ്പം വെച്ചിരിക്കാൻ? നമുക്ക് ഇത്ര പേര് നീ ഇത്ര ഒരു വലിയ മനുഷ്യൻ്റെ കാർഡ് കീറിക്കളയാന്ന് പറഞ്ഞാൽ സങ്കടം. അവിടെ ഇരുന്നോട്ടെ. അങ്ങനെ ആ പുള്ളി ഇപ്പം ഞാനിപ്പോൾ ഒരു പടം എടുക്കാൻ പോകുന്നു, ആക്ട് പണം കൂടി നമ്മൾ അതൊക്കെ ആക്ട് ചെയ്യാം. അപ്പോൾ കല്യാണം ഞാൻ വേണം, കല്യാണം വേണം മാറ്റി വെക്കാം. നിൻ്റെ കൂടെ ഇനി അഭിനയിക്കാൻ പറ്റുമോ? ആ പടത്തിൽ അഭിനയിക്കും. ഈ കോവിഡിന്റെ സമയത്ത് ഹോങ്കോങ്ങിൽ നിന്ന് സാറിനെ തേടി വിളിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതെ, അത് വിളിച്ചെന്ന് പറഞ്ഞാൽ ആള് വളരെ ഹെൽത്ത് കോൺഷ്യസുള്ള ഒരാളാണല്ലോ. ഉനക്ക് யாரோ சொல்லுது எப்படி இருக்குன்னா நம்ம பரவாயில்ல ஒன்றும் இல்லை கோவிடா ஹெல்த் பார்க்கணும்டா, முதல்ல இருந்து ஹெல்த் பார்க்கணும். ஹெல்த் இஸ் வெல்த். நம்ம என்ன 100 கோடி பேங்கில் இருக்குது, 100 கோடி கையில் இருக்குது, சொல்லிட்டு കുറ്റമേ ഇല്ല. ഹെൽത്ത് താൻ മെയിൻ. അതാണ് നമ്മുടെ ധനം എന്ന് പറയുന്നത്, ഹെൽത്ത്. ഓൾവേസ് കീപ്പ് യുവർ ഹെൽത്ത്. മൂക്കിൽ കൂടി ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് എന്താണ് കാര്യം? 100 കോടി ബാങ്കിലുണ്ടായിട്ടുണ്ട്, അതെല്ലാം ഹെൽത്ത് ഈസ് വെൽത്ത് ഓൾവേസ്. ഓക്കെ, താങ്ക് യു കമൽ. ഉള്ളു അല്ല, അവനിപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും. ഒരു സൈഡിൽ നമുക്ക്, മറ്റൊരു സൈഡിൽ കമൽഹാസൻ. ഈ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൻ്റെ ഒരു സീക്രട്ട് കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. അല്ല, ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആളുകളെ നമ്മളെ ഈ ആത്മാവുള്ളത് പോലെ, നമ്മുടെ ആത്മാവിട്ട് പോയാൽ ആ ബന്ധങ്ങൾ പോലെ അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈ ഇന്നസെൻ്റ്, പപ്പുവേട്ടൻ, അങ്ങനെ ഒരുപാട് പേര് നമ്മളെ വിട്ടു. അവരൊക്കെ ഒന്നേ ഉണ്ടായിട്ടുണ്ട്. ശങ്കരാടി ചേട്ടൻ, അതൊക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് സാർ, ബന്ധം ഇപ്പോൾ ഇത്രയും ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടല്ലോ, ഇത്രയും വർഷത്തെ ഫ്രണ്ട്ഷിപ്പുകൾ കാത്തു സൂക്ഷിക്കുകയാണല്ലോ. ഈ സാറിൻ്റെ ഒരു കണ്ണില് ഈ ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാറ് ചെയ്യുന്നതായിട്ട് എന്താ തോന്നിയിട്ടില്ല? കാരണം എനിക്ക് ആരുമായിട്ട് ഒരു പരിവുമില്ല. ആരായാലും ഞാൻ അവളോട് സ്നേഹപൂർവ്വം പെരുമാറുള്ളൂ. അത് ചിലവർ നമ്മുടെ ഉൾക്കൊള്ളും, ചില നമ്മുടെ ഹൃദയത്തിൽ പതിയും. അതിൽപ്പെട്ട ആളുകളാണ് ചിലപ്പോൾ മമ്മൂട്ടിയും മോഹൻലാൽ, അങ്ങനെ മണിയമ്പിള്ള രാജൊക്കെ വളരെ ഹൃദയത്തിൽ ക്ലോസ്. അതങ്ങനെ പോവും. അത് നമ്മളെ പെരുമാറ്റവും ബന്ധങ്ങളൊക്കെ പോലെ ഇരിക്കും. പെരുമാറ്റം നന്നാവണം. അപ്പോൾ നേരത്തിന് ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി ഹാപ്പിയാണ്. താങ്ക് യു.